യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നാട്ടിലേക്ക് അയക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന ചിന്ത എപ്പോഴും ഉണ്ടാകാറുണ്ട്. നിലവിലെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് അനുകൂലമായ ഒരു വിപണി പ്രതിഭാസമാണ് ദൃശ്യമാകുന്നത്. ഇന്ത്യൻ രൂപ, പാകിസ്ഥാൻ രൂപ, ഫിലിപ്പൈൻസ് പെസോ എന്നിവ UAE ദിർഹത്തിന് മുന്നിൽ മൂല്യമിടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇത് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന ഓരോ ദിർഹത്തിനും അവിടെ കൂടുതൽ മൂല്യം ലഭ്യമാകുന്നു. ജൂലൈ മാസത്തിലെ നിലവിലെ വിനിമയ നിരക്കുകൾ പരിശോധിച്ചാൽ ഈ കറൻസികളെല്ലാം സമീപകാലത്തെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണെന്ന് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രവാസികൾ ഇപ്പോൾ തന്നെ പണം നാട്ടിലേക്ക് അയക്കണമോ അതോ ഇനിയും നിരക്കുകൾ മെച്ചപ്പെടാനായി കാത്തിരിക്കണമോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഫിലിപ്പൈൻസിൽ നിന്നുള്ള പ്രവാസികളെ സംബന്ധിച്ച് പെസോയുടെ മൂല്യം ദിർഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യതിയാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഒരു ദിർഹത്തിന് 16 പെസോ മുതൽ 16.5 പെസോയ്ക്ക് മുകളിൽ വരെ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ആഗോള തലത്തിലുണ്ടായ സാമ്പത്തിക സമ്മർദ്ദങ്ങളും ആഭ്യന്തര രാഷ്ട്രീയ നയങ്ങളുമാണ് പെസോയുടെ ഈ മൂല്യത്തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ. അമേരിക്കൻ ഡോളർ ആഗോള വിപണിയിൽ കരുത്ത് പ്രാപിക്കുമ്പോൾ ഡോളറുമായി സ്ഥിരമായ വിനിമയ നിരക്ക് നിലനിർത്തുന്ന UAE ദിർഹത്തിന്റെ മൂല്യവും സ്വാഭാവികമായി വർദ്ധിക്കുന്നു. ഇത് പെസോ പോലെയുള്ള കറൻസികളെ കൂടുതൽ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ കുടുംബങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി പണമയക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് ഈ സാഹചര്യം താൽക്കാലികമായി വലിയ സാമ്പത്തിക നേട്ടമാണ് സമ്മാനിക്കുന്നത്. അതിനാൽ തന്നെ വിപണിയിലെ ഈ അനുകൂല തരംഗം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പ്രവാസി കുടുംബങ്ങൾ ഗൗരവകരമായി ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ രൂപയുടെ കാര്യത്തിലും സമാനമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഒരു ദിർഹത്തിന് ഏതാണ്ട് 25 രൂപ 90 പൈസ മുതൽ 26 രൂപ വരെയുള്ള ഉയർന്ന നിരക്കുകളിലാണ് നിലവിൽ വിനിമയം നടക്കുന്നത്. പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് പണമയക്കാൻ ഇതിലും മികച്ചൊരവസരം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ രൂപയും വലിയ തോതിലുള്ള മൂല്യത്തകർച്ച നേരിട്ടുകൊണ്ട് ഒരു ദിർഹത്തിന് 75 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം തുടരുന്നത്. പണപ്പെരുപ്പവും വിദേശ നാണ്യ ശേഖരത്തിലുണ്ടായ കുറവുമൊക്കെയാണ് പാകിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കറൻസി മൂല്യത്തെ ബാധിക്കുന്നത്. സാധാരണയായി പ്രവാസികൾ ശമ്പളം ലഭിക്കുന്ന ആദ്യ വാരങ്ങളിൽ തന്നെ പണം നാട്ടിലേക്ക് അയക്കാറുണ്ടെങ്കിലും ഇത്തരം സാമ്പത്തിക മാറ്റങ്ങൾ വരുമ്പോൾ വലിയ തുകകൾ ഒന്നിച്ച് നിക്ഷേപിക്കാനും പലരും മുതിരാറുണ്ട്. വീട്ടുവാടക, വായ്പാ തിരിച്ചടവുകൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് നിക്ഷേപങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഈ കുറഞ്ഞ വിനിമയ നിരക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. വിപണിയിലെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിനിമയ നിരക്കുകൾ എപ്പോഴും പ്രവചനാതീതമായിരിക്കും. അതുകൊണ്ട് തന്നെ വിപണി ഇനിയും താഴേക്ക് പോകുമെന്നും രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമെന്നും പ്രതീക്ഷിച്ച് വലിയ തുകകൾ മാറ്റിവെക്കാതെ കൈവശം വെച്ചിരിക്കുന്നത് ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ ലളിതമായ ഒരു തത്വം കടമെടുത്താൽ വലിയ തുകകൾ ഒന്നിച്ചയക്കുന്നതിന് പകരം കൃത്യമായ ഇടവേളകളിൽ ഭാഗികമായി പണം കൈമാറുന്നതാണ് എപ്പോഴും സുരക്ഷിതം. നിലവിലെ നിരക്കുകൾ പ്രവാസികൾക്ക് വളരെ അനുകൂലമായതിനാൽ ഒരു വലിയ പങ്ക് ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് അയക്കുന്നത് ബുദ്ധിപരമായ നീക്കമായിരിക്കും. എന്നാൽ വിപണിയിലെ അടുത്ത മാറ്റം എങ്ങോട്ടായിരിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കാത്തതിനാൽ ആഗോള സാമ്പത്തിക വാർത്തകളും വിപണി ചലനങ്ങളും നിരന്തരം നിരീക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടുന്ന ഓരോ ദിർഹത്തിനും പരമാവധി മൂല്യം ഉറപ്പാക്കാൻ ഇത്തരം അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.